പട്ടികജാതിക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയുന്നില്ല. ജീവനക്കാർക്ക് എത്രയാണ്? 6 DA കുടിശ്ശിക. 6 DA കുടിശ്ശിക. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ 6 DA കുടിശ്ശിക ഉണ്ടായിട്ടുണ്ടോ? പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷം പെൻഷൻകാർ മരിച്ചുപോയി, കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്തിട്ടില്ല. 30,000-നും 40,000-നും ഇടയ്ക്ക് കോടി രൂപ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നിങ്ങൾ കൊടുക്കാനുണ്ട്. നിങ്ങൾ ഒരു പേയ്മെന്റും ഒരു സ്ഥലത്തും നടത്തുന്നില്ല. എല്ലാ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും KSRTC പ്രതിസന്ധിയിലാണ്, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഏകദേശം പൂട്ടി. എത്ര ക്ഷേമനിധി ബോർഡ് ഈ വർഷം പൂട്ടുമെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അത്രയും പരിതാപകരമായ ഒരു ധനപ്രതിസന്ധിയിലൂടെയാണ് ഈ സംസ്ഥാനം പോകുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെ ഞങ്ങൾക്ക് പ്രത്യേകം നന്ദിയൊക്കെ പ്രകാശിപ്പിച്ചു. അതായത് 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15-ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ 2.5-ൽ നിന്ന് 1.92 ആയി ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറഞ്ഞത് ഞങ്ങളിപ്പോൾ സമ്മതിച്ചെന്നു. ഞങ്ങളുടെ MP-മാർ മെമ്മോറാണ്ടമായി ധനകാര്യമന്ത്രിയെ, കേന്ദ്ര ധനകാര്യമന്ത്രിയെ പോയി കണ്ട് സന്ദർശിച്ചു കൊടുത്തതാണ്. അങ്ങ് വായിച്ചു കാണില്ല, അങ്ങ് അറിഞ്ഞു കാണില്ല. 2, ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ഡൽഹിയിൽ സമരത്തിനില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് തന്ന കത്തിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസ് ദേശവ്യാപകമായി എടുത്തിരിക്കുന്ന നിലപാടാണ്. പോപ്പുലേഷൻ കുറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഡെവല്യൂഷൻ ഓഫ് ടാക്സ് കുറയ്ക്കാൻ പാടില്ല, നമ്മുടെ വിഹിതം കുറയ്ക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് സുചിന്തിതമായ നിലപാടാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കാൻ നോക്കുന്ന നെറേറ്റീവ് എന്താണ്? കേരളത്തിലെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണവും കേന്ദ്രത്തിന്റെ അവഗണനയാണ്. നിങ്ങളുടെ ഒരു കുഴപ്പമില്ല. അത് ഞങ്ങൾക്ക് എങ്ങനെ സമ്മതിച്ചു തരാൻ പറ്റുന്നത്? ഞങ്ങളുടെ നെറേറ്റീവ് നിങ്ങളുടെ കെടുകാര്യസ്ഥത കൊണ്ട്, നിങ്ങളുടെ മിസ്മാനേജ്മെന്റ് കൊണ്ട് ആണ് ഈ ഫിസ്ക്കൽ ക്രൈസിസ്, ഈ ധനപ്രതിസന്ധി പ്രധാനമായും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് കാരണങ്ങളിൽ വൺ ഓഫ് ദ റീസൺസ് കേന്ദ്രത്തിൽ നിന്നുള്ള ഈ ടാക്സിന്റെ കുറവാണ്. ഇവിടെ ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞു 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന്. വേറൊരു MLA പ്രശംസിച്ചപ്പോൾ 61,000 കോടി കിട്ടാനുണ്ടെന്ന്. ഇവിടെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ ജൂൺ ജൂലൈ കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് അയച്ച ഒരു കത്തിൽ പറഞ്ഞിരിക്കുന്നത് 32,000 കോടി രൂപ കിട്ടാനുണ്ടെന്നാണ്. അതിൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റും GST കോമ്പൻസേഷനും അതുപോലെ ബോറോ ലിമിറ്റിന്റെ ഇതും അത് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കിട്ടേണ്ട പൈസ എന്ന് പറയുന്നത് 3,600 കോടിയായിരുന്നു. പിന്നീട് അതിൽ നിന്ന് 500 കോടി പെൻഷന്റെ പൈസ കിട്ടി. പ്രധാനമന്ത്രിക്ക് ഈ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി 7-ാം മാസത്തിൽ അയച്ച കത്ത് വായിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്രം തടഞ്ഞു വച്ചിരിക്കുന്ന പണം 3,100 കോടി രൂപ മാത്രമാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന കത്ത് 2 മുൻ ധനകാര്യമന്ത്രി ഈ നവംബർ 28-ാം തീയതി തോമസ് ഐസക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നു. എത്ര ഐറ്റമാണ്? എല്ലാ ഐറ്റവും കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് 5,132 കോടി രൂപയാണ് കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോൾ കുറച്ച് പൈസ കിട്ടി. എന്നാൽ അതും കണക്കാക്കാം. ഒരാൾ 7-ാം മാസത്തിൽ 3,100 കോടി പറയുന്നു. രണ്ടാമത്തെ ആൾ മുൻ ധനകാര്യമന്ത്രി 5,100 കോടി പറയുന്നു. ഇവിടെ വന്നിട്ട് 57,000 കോടി 61,000 കോടി എന്ന് പറയും. ഏത് കണക്കാണെന്ന് പറഞ്ഞാൽ വളരെ നന്നായിരുന്നു. പിന്നെ GST കോമ്പൻസേഷൻ GST ആക്ടിൻ്റെ അകത്ത് 5 കൊല്ലത്തേക്കാണ് കൊടുക്കുന്നത്. 5 കൊല്ലത്തേക്ക് ആണല്ലോ. 5 കൊല്ലം മേടിച്ചല്ലോ നമ്മൾ. 5 കൊല്ലം നമ്മൾ വാങ്ങിച്ചു. കാരണം നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് എന്ന് പറയുന്നത് 14% അതായത് ഒരു സംസ്ഥാനത്തിന് 14% നികുതി വർധനവ് വളർച്ച ഇല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. ബിലോ 14 ആണെങ്കിൽ കിട്ടും. 5 കൊല്ലവും നമുക്ക് കോമ്പൻസേഷൻ കിട്ടി. ഇപ്പം നമ്മൾ പറയുന്നത് കോവിഡൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം മുഖ്യമന്ത്രി എനിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത് 2021, 22, 23 സാമ്പത്തിക വർഷങ്ങളിൽ 20%-ലധികം വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന GST വളർച്ചാ നിരക്ക്. അപ്പം 20% നിങ്ങൾ വളർച്ചാ നിരക്ക് കൈവരിച്ചിട്ടുണ്ടെന്ന് വാദത്തിന് സമ്മതിച്ചാൽ GST കോമ്പൻസേഷൻ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ച നമുക്ക് കിട്ടില്ലല്ലോ കേരളത്തിന്.